ഇപ്പൊ സ്മാർട്ട് ഫോൺ കയ്യിലുള്ള അധിക ആൾക്കാരും ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ ഏതെങ്കിലും ഒരുത്തേല്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ഇങ്ങനത്തെ ആൾക്കാരെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്താലും അത് എങ്ങനെ എഡിറ്റ് ചെയ്യും, ഏത് ആപ്ലിക്കേഷനാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. നമുക്കിന്ന് മൊബൈലിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഫ്രീ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ ഒരുപാട് ഫീച്ചറുകളുണ്ട്. യൂട്യൂബിലേക്കായാലും ഇൻസ്റ്റഗ്രാമിലേക്കായാലും ഏത് റേഷ്യോയിലാണോ നമുക്ക് വേണ്ടത് അതിൽ എഡിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് എന്തൊക്കെ ഇതിൽ ഫീച്ചർ നോക്കാം. നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇതിൻ്റെ ഇൻ്റർഫേസ് വരിക. ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു എഡിറ്റിംഗ് നോക്കാം. ന്യൂ പ്രോജക്റ്റ് എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറി പെർമിഷൻ കൊടുക്കണം. അത് കൊടുത്തേക്കുക. ഏത് റേഷ്യോയിലാണോ വേണ്ടത് അതിലേക്ക് ആദ്യം മാറാം. ഇപ്പം ഫസ്റ്റിലുള്ളത് 9:16. ഇൻസ്റ്റഗ്രാമിലൊക്കെ ആ റേഷ്യോയിലാണ് വേണ്ടത്. പിന്നെ 1:1 ഉണ്ട്, 16:9 ഉണ്ട്. ഇതിൽ നമുക്ക് യൂട്യൂബിലേക്ക് വേണ്ടത് ഈ 16:9 ആണ്. ഇത് തന്നെ എടുക്കാം നമുക്ക് യൂട്യൂബിലേക്കുള്ളത്. അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലാണ് വരിക. അവിടെ നമുക്കൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോ, ഏത് വീഡിയോ ആണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ ഇതിലേക്ക് സെലക്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിലേക്ക് ഒന്ന് എടുക്കട്ടെ. ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്ത്, എത്ര വീഡിയോ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇതിനങ്ങനത്തെ ലെങ്ത് പരിധിയൊന്നുമില്ല. നിങ്ങൾക്ക് 2, 3, 4 ഒക്കെ വീഡിയോ, കഷ്ണങ്ങളായിട്ടുള്ള വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എഡിറ്റിംഗ് ടൂളിലേക്ക് ഇത് വന്ന് ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ടൂളുകളാണ്. ഏതൊക്കെ ടൂള് നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ എന്തൊക്കെ ടൂൾ വേണോ അതൊക്കെ നമുക്ക് എടുക്കാം. ഇവിടെ മിക്സ്ചർ എന്നുള്ള ഒരു ഭാഗമുണ്ട് ഫസ്റ്റ് തന്നെ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ കൂടി അതിൽ ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്പോൾ അതും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ലെയറിൽ വേറൊരു വീഡിയോ ആഡ് ചെയ്ത് ഞാൻ ഈ വീഡിയോ നമുക്ക് ഇതിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഏത് സൈസിൽ വേണമെങ്കിലും ഏത് ഭാഗത്ത് വേണമെങ്കിലും കൊണ്ടാക്കാം. ഇപ്പോൾ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ 2 വീഡിയോ ഒന്നിച്ചാണ് പ്ലേ ആകുക. എൻ്റെ സൗണ്ട് കുറയ്ക്കട്ടെ. കണ്ടോ, ഈ സൈഡിൽ നിന്ന് ഈ വീഡിയോ പ്ലേ ആകുന്നു, ആ സൈഡിൽ നിന്ന് മെയിൻ വീഡിയോ വേറെ പ്ലേ ആകുന്നു. അതടക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെയുള്ള ടൂളുകൾ എന്ന് പറയുന്നത് നമുക്ക് കളർ കറക്ഷൻ ചെയ്യാം. എഫക്റ്റുകൾ, ഇഷ്ടംപോലെ എഫക്റ്റുകളുണ്ട്. നമുക്ക് ഓരോന്നും ട്രിം ചെയ്തിട്ട് ഇവിടെയുള്ള കത്രി ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഭാഗം നമുക്ക് ട്രിമ്മായി കിട്ടും. അവിടെ നമുക്ക് ഒരു ട്രാൻസിഷൻ അനിമേഷൻ ഒക്കെ കൊടുക്കുക, എഫക്റ്റുകൾ കൊടുക്കുക, ടെക്സ്റ്റ്, ആവശ്യമുള്ള ടെക്സ്റ്റുകൾ വീഡിയോൻ്റെ ഏത് ഭാഗത്തും കൊടുക്കുക. ഓഡിയോ എന്നുള്ള ഭാഗത്ത് ഇതിൽ പ്രീസെറ്റായിട്ട് ഒരുപാട് മ്യൂസിക്കുകളുണ്ട്. പക്ഷേ യൂട്യൂബിലേക്കൊക്കെ അന്നേരം അത് എടുത്താൽ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരും. ഇവിടെ മേലെ ലോക്കൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗാലറിയിൽ നമ്മൾ എടുത്തു വെച്ച് ഏതൊരു മ്യൂസിക്കും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാന്ന്, ഓരോന്നും നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചെയ്ത് നോക്കുക. ഇതിൽ വേറൊരു രസമുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ, ഇപ്പോൾ യൂട്യൂബിലേക്ക് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടണൊക്കെ, അനിമേഷനായിട്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒരു ബട്ടണൊക്കെ അല്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം എന്നുള്ള ബട്ടണൊക്കെ എടുക്കാൻ ഈ സ്റ്റിക്കർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇഷ്ടമുള്ള നമുക്ക് എടുക്കട്ടോ. ഇതിങ്ങനെ ഇങ്ങോട്ട് നീക്കും തോറും ഓരോ കാറ്റഗറിയിലുണ്ട്. ഇവിടെ ഈ യൂട്യൂബിൻ്റെ ഐക്കൺ തന്നെ ഉണ്ട്. ആ യൂട്യൂബിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലൈക്ക്, സബ്സ്ക്രൈബ് അങ്ങനത്തെ ഒക്കെ അനിമേഷനോട് കൂടിയുള്ള ഇവിടുന്ന് എടുക്കാം. കേട്ടോ, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സംഗതികളൊക്കെ, അതുപോലെ ഫിൽറ്റർ, ഷേപ്പ്, ഇതിന് നമുക്ക് പല സൈസ് ഷേപ്പുകൾ കൊടുക്കാം വീഡിയോക്ക്. അതുപോലെ പെൻ ടെക്സ്റ്റ് ഉണ്ട്. നമുക്ക് എഴുതണമെങ്കിൽ കൈകൊണ്ട് എഴുതണമെങ്കിൽ അതും എഴുതാം. അടിപൊളി ഫീച്ചറുകൾ, ഇഷ്ടംപോലെ അനിമേഷനുകൾ, ട്രാൻസിഷൻ അനിമേഷനുകൾ, അങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ, സിമ്പിളായിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ എന്തൊക്കെ ഫീച്ചറുകൾ വേണോ, എന്തൊക്കെ ടൂളുകൾ വേണോ അതൊക്കെ നമുക്കിതിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ ചില സ്റ്റിക്കറുകൾ, ചില ഫീച്ചറുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ അതിന് പേ ചെയ്യേണ്ടി വരും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അതില്ലാണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉപയോഗിക്കാൻ കഴിയും. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, മേലെ എക്സ്പോർട്ട് ബട്ടൺ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ റെസല്യൂഷൻ ഏത് റെസല്യൂഷനിലാണ് വേണ്ടതെന്നുള്ള സെലക്ട് ചെയ്യുക. 360 പിക്സൽ മുതൽ 1080 പിക്സൽ വരെ നമുക്ക് ഏത് റെസല്യൂഷനിൽ കൊടുക്കുക. അതുപോലെ ഫ്രെയിം റേറ്റ് 24 മുതൽ 60 ഫ്രെയിം റേറ്റ് വരെ എടുക്കുക. ബിറ്റ് റേറ്റും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗാലറി സേവ് ആവും. അവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ഏത് ഭാഗത്താണോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി, ഏത് മീഡിയയിലാണോ അപ്ലോഡ് ചെയ്യേണ്ടി അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാം. എങ്ങനെയായാലും വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക്
ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന, അതും വാട്ടർമാർക്കൊന്നും ഇല്ലാണ്ട് ഔട്ട്പുട്ട് എടുക്കാൻ കഴിയുന്ന നല്ലൊരു ആൻഡ്രോയിഡ് വീഡിയോ എഡിറ്ററാണ് ആവശ്യക്കാർ ഉപയോഗിക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.